ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ പത്രസമ്മേളനങ്ങളാണ് ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ഓവർ കോൺഫിഡൻസിന്റെ അറ്റത്ത് നിന്നാണ് സ്കൈ പലതും പറയുന്നത് എന്നാണ് വിമർശനം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായക മത്സരത്തിലെ പരാജയത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും ഏറെ കോൺഫിഡൻസ് ഉള്ള ശരീരഭാഷയിലായിരുന്നു സൂര്യ. അഭിഷേകിനെയും തിലകനെയും കുറിച്ച് ചോദ്യങ്ങൾക്ക് ഒരേ മറുപടി. ഒരൽപ്പം പരിഹാസ ചൊവ്വയിൽ അവരെ 11-ൽ നിന്നെടുത്ത് പുറത്തിടണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് മറുചോദ്യം. ക്യാപ്റ്റനടക്കം ഇന്ത്യൻ താരങ്ങളുടെ ഓവർ കോൺഫിഡൻസിനെ സുനിൽ ഗവാസ്കർ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങളൊക്കെ ക്രീസിലെത്തുന്നത് അമിതാത്മവിശ്വാസത്തിലാണ്. എല്ലാ പന്തുകളെയും അടിച്ച് ഗാലറിയിൽ ഇടാനാണ് അവർ നോക്കുന്നത്. ഒടുവിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് മടങ്ങുന്നു. എന്നാൽ പ്രോട്ടിയാസിനെ നോക്കൂ. പവർ പ്ലേയിൽ 3 വിക്കറ്റുകൾ നഷ്ടമായ ശേഷമാണ് അവർ കളി തിരികെ പിടിച്ചത്. ഇതുപോലുള്ള ട്രിക്കി സർഫേസുകളിൽ ഇന്ത്യക്കെതിരെ പ്രോട്ടിയാസ് നല്ല സ്കോർ ഉയർത്തിയെന്നാൽ അവിടെ ഒരൽപ്പം കരുതലോടെയായിരുന്നു നിങ്ങൾ തുടങ്ങേണ്ടിയിരുന്നത് എന്നാണ്. ഇന്ത്യൻ ബാറ്റർമാർ അവരുടെ ഈഗോകളിൽ നിന്ന് പുറത്തു കടക്കണം. ഗവാസ്കറിന്റെ ഈ ഉപദേശത്തിൽ എല്ലാമുണ്ട്. ഇനി സെമി ഫൈനൽ സിനാരിയോയിലേക്ക് വരാം. അനായാസം സെമിയിൽ കടക്കുമെന്ന് ഉറപ്പിച്ചെത്തിയ നിലവിലെ ചാമ്പ്യന്മാർ ഇപ്പോൾ കണക്കുകൾ നോക്കിയിരിപ്പാണ്. സിംബാബ്വേക്കെതിരെ വിൻഡീസ് കൂറ്റൻ ജയം കുറിച്ചതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായി. 5.350 നെറ്റ് റൺ റേറ്റ് ഉള്ള വിൻഡീസാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ മുന്നിലുള്ളത്. 3.800 രണ്ടാം സ്ഥാനത്തുള്ള പ്രോട്ടിയാസിന്റെ നെറ്റ് റൺ റേറ്റ്. മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടേതാകട്ടെ -3.800. ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും ഇനി അവശേഷിക്കുന്ന മുഴുവൻ മത്സരങ്ങളിലും ജയിച്ചാൽ നെറ്റ് റൺ റേറ്റ് നോക്കാതെ തന്നെ ഇരു ടീമുകൾക്കും സെമി ടിക്കറ്റ് എടുക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഓരോ ജയങ്ങൾ മാത്രമുള്ള വിൻഡീസും സിംബാബ്വേയും പുറത്താകും. നിലവിലെ സാഹചര്യത്തിൽ അത് സംഭവിക്കുമോ എന്ന് കണ്ടറിയണം. ഇനി ഇന്ത്യ അടുത്ത 2 മത്സരങ്ങൾ ജയിക്കുകയും സൗത്ത് ആഫ്രിക്ക വിൻഡീസിനോട് മാത്രം പരാജയപ്പെടുകയും ചെയ്താലോ 3 ടീമുകൾക്കും 4 പോയിന്റ് വീതമാകും. അങ്ങനെയെങ്കിൽ നെറ്റ് റൺ റേറ്റ് നിർണായകമാകും. അതായത് അടുത്ത 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് വെറും ജയങ്ങൾ മാത്രം പോരാ, കൂറ്റൻ ജയങ്ങൾ തന്നെ കുറിക്കേണ്ടി വരും. ഇനി ദക്ഷിണാഫ്രിക്ക അവശേഷിക്കുന്ന 2 മത്സരങ്ങൾ പരാജയപ്പെടുകയും ഇന്ത്യ അടുത്ത 2 മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്താൽ ഇന്ത്യയും വിൻഡീസും സെമി ടിക്കറ്റ് എടുക്കും. ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായി എത്തിയ വിൻഡീസിനെ അധികമാരും ആഘോഷിച്ച് കണ്ടിട്ടില്ല. മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും അരങ്ങേറ്റക്കാരായെത്തി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത നേപ്പാളും ഇറ്റലിയുമൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ചാമ്പ്യന്മാരായി അവർ സൂപ്പർ 8-ൽ പ്രവേശിക്കുന്നത്. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെയും ഓസീസിനെയും ഒക്കെ അരിഞ്ഞു വീഴ്ത്തിയെത്തിയ സിംബാബ്വേക്കെതിരെ 107 റൺസിന്റെ പടുകൂറ്റൻ ജയം. അതെ, വിൻഡീസിനെ അങ്ങനെ എഴുതിത്തള്ളണ്ട. അങ്ങനെ പണ്ടാരോ എഴുതിത്തള്ളിയപ്പോൾ ഒരു വിശ്വകിരീടവും കൊത്തി അവർ കരീബിയൻ മണ്ണിലേക്ക് പറന്നു കളഞ്ഞത് ഓർമ്മയില്ലേ? റിമംബർ ദ നെയിം കാർലോസ് ബ്രത്വൈറ്റ്. ബെൻ സ്റ്റോക്സിന് ഇപ്പോഴും ആ ദിവസം ഒരു പേടിക്കനാവാണ്. T20 ലോകകപ്പുകളുടെ ചരിത്രത്തിൽ കിരീടക്കണക്കുകളിൽ മുന്നിലുള്ള 3 ടീമുകളിൽ ഒന്ന് വിൻഡീസാണ് എന്ന കാര്യം പലരും അങ്ങനെ സ്മരിച്ചു കാണാറില്ല. മനഃപൂർവ്വം അത് വിസ്മരിച്ച് കളയുന്നതാണോ എന്നും അറിയില്ല. ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും വിൻഡീസിനും മാത്രമേ 1-ലധികം കിരീടങ്ങളുള്ളൂ. ഇക്കുറിയും കരീബിയൻ സംഘം അങ്ങനെ വെറുതെ പോകാൻ വന്നതല്ലെന്ന് തീർച്ചയാണ്. ടൂർണമെന്റിലെ ഏറ്റവും നിർണായകമായ ഇന്ത്യ വിൻഡീസ് പോരാട്ടം മാർച്ച് 1-ന് വിശ്വവിഖ്യാതമായ ഈഡൻ ഗാർഡൻസിലാണ് അരങ്ങേറുക. അടുത്തിടെ ഇന്ത്യക്ക് വലിയൊരു മുറിവ് സമ്മാനിച്ച മണ്ണാണത്. 2 ദിവസം തികച്ചു കളിക്കാതെ ഇന്ത്യ പ്രോട്ടിയാസിന് മുന്നിൽ ഒരു ടെസ്റ്റ് മത്സരം അടിയറ വച്ചിട്ട് അധികം മാസങ്ങളൊന്നുമായിട്ടില്ല. ലോകകപ്പിൽ ഓഫ് സ്പിന്നിനെതിരെ ഏറെ പതറുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയോട് കരുതിയിരിക്കാൻ വിൻഡീസ് ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ റോസ്റ്റൻ ചേസ് 11-ൽ ഉണ്ടായിരുന്നില്ല. ഇതോടെ വിൻഡീസ് ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന് മുന്നിൽ ചോദ്യമെത്തി. ഇന്ത്യക്കെതിരെ ചേസ് മടങ്ങിയെത്തുമോ? ഹോപ്പ് മറുപടി നൽകിയത് ഇങ്ങനെ: സ്റ്റേ ട്യൂൺഡ്. അവസാന 3 മത്സരങ്ങളിൽ എതിർ ടീമുകൾ ഇന്ത്യക്കെതിരെ ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഓഫ് സ്പിന്നർമാരെ വെച്ചാണ്. ഈ 3 കളിയിലും ആദ്യ ഓവറിൽ ഇന്ത്യക്ക് ഒരു ഓപ്പണറെ നഷ്ടമായിട്ടുണ്ട്. 2 തവണ അഭിഷേക് ശർമ്മയാണ് ഈ കെണിയിൽ വീണതെങ്കിൽ പ്രോട്ടിയാസിനെതിരെ ഇഷാൻ കിഷനാണ് അതിന് തലവെച്ച് കൊടുത്തത്. ടോപ്പ് ഓർഡറിൽ 3 ലെഫ്റ്റ് ഹാൻഡർമാർ, 8 ബാറ്റർമാരിൽ 6 പേർ ലെഫ്റ്റ് ഹാൻഡർമാർ. ഇന്ത്യ ഇക്കുറി ആവർത്തിച്ചുകൊണ്ടിരുന്ന പിഴവുകൾക്ക് കൊടുക്കേണ്ടി വന്ന വലിയ വിലയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8 തോൽവി. സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ കൊണ്ടുവരാനോ സൂര്യകുമാർ യാദവിനെ 1 ഡൗൺ പൊസിഷനിലേക്ക് കയറ്റാനോ ഇതുവരെ ഗൗതം ഗംഭീർ മുതിർന്നിട്ടില്ല. അഭിഷേകിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് സഞ്ജുവിന് ആകെ അവസരം നൽകിയത്. ആ മത്സരത്തിലാണെങ്കിൽ അയാൾ തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകിയതാണ്. ഓഫ് സ്പിന്നറായ റോസ്റ്റൻ ചേസിനെ ഇന്ത്യക്കെതിരെ എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താമെന്നാണ് വിൻഡീസ് കരുതുന്നത്. ഇന്ത്യ തങ്ങളുടെ പ്ലാനുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യ ഓവർ എറിയാൻ തന്നെ ചേസ് എത്തും. ടൂർണമെന്റിലെ ക്രൂഷ്യൽ മാച്ചസിൽ പലതിലും ചേസ് വിൻഡീസ് വിജയത്തിൽ നിർണായക റോൾ വഹിച്ചിരുന്നു. ഗ്രൂപ്പ് റൗണ്ടിൽ വിൻഡീസിന്റെ ഏറ്റവും വലിയ പോര് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു.
ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും അന്ന് 33-കാരൻ തിളങ്ങി. ചേസ് മാത്രമല്ല, സ്പിന്നർമാർ കളമ്പാടുന്ന ലോകകപ്പിൽ വിൻഡീസിന്റെ ആവനാടിയിൽ ആയുധങ്ങൾ വേറെയുമുണ്ട്. സിംബാബ്വേയെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരായ ഗുഡഗേഷ് മോട്ടിയും അക്കീൽ ഹുസൈനും ചേർന്നാണ് കറക്കി വീഴ്ത്തിയത്. 4 ഓവർ എറിഞ്ഞ മോട്ടി 4 വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയപ്പോൾ അക്കീൽ ഹുസൈൻ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. മോട്ടി വീഴ്ത്തിയ 4-ൽ 3 വിക്കറ്റുകളും ബൗൾഡായിരുന്നു. വാങ്കഡയിൽ ഇത് ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ചൊന്നുമല്ല എന്നുകൂടി ഓർക്കണം. ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 10 വിക്കറ്റുകളുമായി ആദ്യ 5-ലുണ്ട് ഗുഡഗേഷ് മോട്ടി. T20 ലോകകപ്പ് ചരിത്രത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ടോട്ടലാണ് ഇന്നലെ വാങ്കഡയിൽ വിൻഡീസ് ഉയർത്തിയത്. 254 റൺസ്. സിംബാബ്വെ എറിഞ്ഞിട്ടത് 147 റൺസിന്. ഷിംറോൺ ഹെറ്റ്മെയറിന്റെ ഫോമും ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിർണായകമാകും. ടൂർണമെന്റിൽ 2 അർദ്ധ സെഞ്ചുറികൾ ഇതിനോടകം ഹെറ്റ്മെയർ കുറിച്ചു കഴിഞ്ഞു. 1 ഡൗൺ പൊസിഷനിൽ ഹെറ്റ്മെയർ മിന്നും ഫോമിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 34 പന്തിൽ 85 റൺസാണ് ഹെറ്റ്മെയർ അടിച്ചെടുത്തത്. 7 സിക്സും 7 ഫോറും അയാളുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. ബാറ്റ് വീശിയത് 250 സ്ട്രൈക്ക് റേറ്റിൽ. T20 ലോകകപ്പിന്റെ ഒരേ എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന നിക്കോളാസ് പൂരന്റെ റെക്കോർഡിനൊപ്പം ഹെറ്റ്മെയർ എത്തിയതും കഴിഞ്ഞ ദിവസമാണ്. ടൂർണമെന്റിൽ ഇതിനോടകം 5 മത്സരങ്ങളിൽ നിന്ന് 17 സിക്സറുകൾ പറത്തിക്കഴിഞ്ഞു ഹെറ്റ്മെയർ. ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നതിനാൽ തന്നെ പൂരന്റെ റെക്കോർഡ് ഹെറ്റ്മെയർ മറികടക്കും എന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഷെർഫാനെ റുദർഫോർഡ്, ഷായ് ഹോപ്പ് തുടങ്ങി ഭയക്കാൻ പല പേരുകളുമുണ്ട് വിൻഡീസ് നിരയിൽ. കരുതിയൊരുങ്ങണം, കരീബിയൻ കടമ്പ ചെറുതല്ല.